എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, ഇന്ന് എന്നെ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ശ്രവിക്കുന്ന നിങ്ങളോടും കർത്താവ് സംസാരിക്കും. സമയഭേദമെന്നെ ഇന്നും വ്യക്തികളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. അത് പല ഭാഷകളിൽ പലയിടങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നു. അതിലൊക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് നസറേയനായ യേശു ക്രിസ്തുവാണ്. ഒരു മതസ്ഥാപകനല്ല, കേവലം ഒരു അവതാര പുരുഷനല്ല. ഇന്ന് രാത്രി സധൈര്യം ഞങ്ങൾക്ക് പറയാൻ കഴിയും, എന്റെയും നിങ്ങളുടെയും പാപമോചനം മാത്രമല്ല, നമ്മുടെ ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റിത്തരുന്ന ഒരു കേവലം രക്ഷകൻ മാത്രമല്ല, നിത്യതയിൽ ഈ ഭൂമിയിലെ വാസശേഷവും നമ്മെ എന്നേക്കും ജീവിക്കേണ്ടതിനുള്ള വഴി തുറന്നു തന്ന ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ സർവശക്തനായ ക്രിസ്തുവിൻ്റെ സനാതന സന്ദേശം. പ്രത്യേകിച്ച് പുതിയ നിയമ പുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ലഘുവായൊരു സന്ദേശം ഇന്ന് രാത്രി പങ്കുവയ്ക്കണം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയില് ഈ ജനം കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ അകക്കാമ്പുകൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ആത്മാവിന്, ഞങ്ങളുടെ ഹൃദയത്തിന്, ആന്തരികമായ സൗഖ്യത്തിന് ഈ വചനം കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് വചനത്താൽ സൗഖ്യമാക്കണമേ. ഈ വചനത്തിനകത്ത് മറിഞ്ഞിരിക്കുന്ന ആത്മീക സന്ദേശം ഒരുപോലെ ഈ ദേശത്തിനും അനുഗ്രഹമാകട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് സംഭവിച്ച ഒരു സംഭവ ചരിത്രത്തിൻ്റെ വിശദീകരണം അവിടെ വായിച്ചവസാനിപ്പിച്ച ഒരു ഭാഗത്തിൽ നിന്നാണ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിപ്പാൻ ഇടവന്നു. ഒരു വലിയ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വിശുദ്ധ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഇതിനകത്ത് പറയുന്ന പ്രവചന ഭാഗങ്ങൾ ഏറിയ പങ്കും ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പ്രവചന ഗ്രന്ഥമായിരിക്കുമ്പോൾ തന്നെ ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് ജീവനും ചൈതന്യവുമുള്ള ഇരുവായ്ത്തലയുള്ള വാള എന്നാണ് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. വിശുദ്ധ ബൈബിൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും അധികം പരിഭാഷകൾ നടത്തിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ ബൈബിൾ രചിച്ച വിധമാണ്.
ഇതൊരു പ്രവചന ഗ്രന്ഥം എന്ന് പറയാനുള്ള കാരണം, ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയുള്ള ബൈബിളിലെ പ്രാരംഭമായ പുസ്തകം രചിച്ച മനുഷ്യൻ ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം ആ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം ജനിക്കുന്നതിന് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ആ മനുഷ്യൻ എഴുതിയിട്ടുള്ളത്. ചിന്തിച്ചു നോക്കൂ, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം 30 കൊല്ലമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ 30 കൊല്ലം എന്ന് പറയുമ്പോൾ 3 പതിറ്റാണ്ടുകൾ. പക്ഷെ ഇന്ന് പ്രിയ ബിബിൻ ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് ചർച്ചിന്റെ പുറകിലൂടെയുള്ള വഴി കൂടെ കൊണ്ടുപോകുന്നു, ഞങ്ങളെ ഒന്ന് കാണിക്കാനാ. പക്ഷെ ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് ടൗണിൽ കൂടെ പോകുന്ന പോലെ തോന്നി. കാരണം അതിമനോഹരമായ വീടുകളും നല്ല മനോഹരമായ റോഡുകളും. അപ്പോൾ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ നാടിന് വന്ന മാറ്റം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 50 കൊല്ലത്തിന് പുറകിലുള്ള നമ്മുടെ നാടോ, 100 വർഷങ്ങൾക്ക് പുറകിലുള്ള നമ്മുടെ നാടോ? ഇവിടെ നിങ്ങൾ നോക്കണം, 2500 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം BC 1500-ൽ ഒരു രാജകുമാരൻ എഴുതുകയാണ് ഈ ലോകത്തിന്റെ ഉൽപ്പത്തി. ബൈബിളിലെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ലോകത്തിന്റെ സൃഷ്ടി കണ്ണുകൊണ്ട് കണ്ടതുപോലല്ലേ എഴുതിയിരിക്കുന്നത്? ഒരർത്ഥത്തിൽ എഴുതേണ്ടിയത് ഇങ്ങനല്ലേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തോന്നുന്നു എന്നല്ലേ എഴുതേണ്ടിയത്? പക്ഷേ നമ്മുടെ ബൈബിളിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ഒരു ദൃക്സാക്ഷി എഴുതി വച്ചിരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ 2500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം BC 1500-ൽ ഒരു മനുഷ്യൻ എഴുതി തുടങ്ങിയ ശേഷം ഏതാണ്ട് 1500 വർഷം, 1600 വർഷം കഴിഞ്ഞിട്ട് AD 100 എന്ന കാലഘട്ടത്തിൽ വരുമ്പോൾ മുക്കുവക്കുടിയിൽ പിറന്ന ഒരു മീൻപിടുത്തക്കാരൻ ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുന്നത് 250-ഓ 2500-ഓ 5000 വർഷമോ കഴിഞ്ഞ് നടക്കേണ്ടതല്ല, ഇനി വരാനിരിക്കുന്ന നിത്യതയിൽ സംഭവിക്കാനുള്ളത് അവൻ തന്റെ ആത്മക്കണ്ണുകൊണ്ട് കണ്ടിട്ട് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. എത്ര മനോഹരമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് നടന്ന ഒരു പ്രവചന സൂക്തത്തിന്റെ നിവർത്തി ഇത് നമ്മൾ കാണുന്നത് യെശയ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വാക്യങ്ങളുടെ വിശദീകരണമാണ്. ഈശോ മിശിഹ ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് എന്ന് പറയുന്ന ദീർഘദർശി ദർശനത്തിൽ കാണുകയാണ്. ഇരുള് മൂടിയ, അന്ധകാരം കൊണ്ട് നിറഞ്ഞ, മരണഭീതിയിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. ഇത് പറയുമ്പോൾ ഈശോ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരമെടുത്ത ക്രിസ്തു ലോകത്തിൽ വന്നിട്ടില്ല. പക്ഷേ യെശയ്യാവ് കാണുന്നു, ഇരുള് മൂടിയ ഒരു ദേശം, ഒരു പട്ടണം, കഷ്ടതയിൽ ഇരിക്കുന്ന ഒരു പറ്റം ആളുകൾ. അവർ ഇരുളിന്റെ അന്ധതമസിന്റെ പിടിയിൽ കിടന്ന് അമരുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഉള്ള ആളുകൾ ഒരു വെളിച്ചം കണ്ടിട്ട് ആ വെളിച്ചത്തിന്റെ ശോഭയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച. ഈ ദർശനം കണ്ട ശേഷം ഏതാണ്ട് 700 കൊല്ലം കഴിഞ്ഞിട്ടാണ്
ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രവചനം പറഞ്ഞു കഴിഞ്ഞ് 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം പറഞ്ഞ പ്രവചനത്തിന് അനുവിട വ്യത്യാസമില്ലാതെ ദൈവം പറഞ്ഞ വാക്ക് കൃത്യമായി സമൂഹത്തിൽ അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് സംഭവിക്കുകയാണ്. അതിനകത്തൊരു സന്ദേശമുണ്ട്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം വെറും ഒരു പേക്കിനാവോ പാഴ്വാക്കുകളോ അല്ല. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിന് ഉവ്വ് എന്നത്രേ അർത്ഥം എന്ന് തിരുവചനം പറയുന്നു. കേൾക്കപ്പെടുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കേൾവിക്കാരായ നിങ്ങൾക്ക് ആമേൻ എന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ കേൾക്കുന്ന വചനം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സുവിശേഷ യോഗത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, സുവിശേഷത്തിനകത്തടക്കം ചെയ്തിരിക്കുന്ന ദൈവശക്തിയുടെ ഡുനാമിസ്, വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഈ പന്തലിന്റെ ഇങ്ങേ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഈശോ മിശിഹ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് കാണുന്ന ദർശനം. ഇരുള് മൂടിയ ഒരു സ്ഥലത്ത് അവർ വെളിച്ചം കാണുന്നു. ഈ സംഭവം ഞാൻ പഠിച്ചപ്പോ ഇതിന് നമ്മുടെ നാടുമായി നമ്മുടെ സംസ്കാരവുമായി വല്ല ബന്ധമുണ്ടോ? കാരണം യെശയ്യാവ് പ്രവചിക്കുന്ന ഈ പ്രവചനം ലോകത്തിൽ ഇന്ന് വളരെ പ്രബല ശക്തിയായി കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയുടെ പിൻതലമുറക്കാരാണിവർ. അന്ന് നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ബൈബിൾ അറിയാവുന്നവരായതുകൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം 2ആയി വിഭജിക്കപ്പെട്ട ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ജനിച്ചു വീഴുന്ന യഹൂദ ഗോത്രം എന്ന് പറയുന്ന തെക്കേ രാജ്യം എന്ന് ബൈബിൾ വിളിക്കുന്ന യെരുശലേം ആസ്ഥാനമാക്കിയ ഈ രാജ്യത്തെ ആളുകൾ ദൈവത്തെ വിട്ടകന്ന് പിന്മാറി പാപത്തിന്റെ പെക്കുത്തിൽ ജീവിക്കുമ്പോൾ പ്രവാചകൻ എഴുതി വെച്ചു, യഹൂദയെ, നിന്റെ പാപം ഞാൻ ഇരുമ്പെടുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. ഈ പ്രവചനം പറയുമ്പോൾ ഇത് കേൾക്കാൻ അവരൊന്നും തയ്യാറായില്ല. കാരണം അന്ന് രാജ്യം ഭരിച്ചിരുന്നത് യഹൂദയെ സുവർണ തലത്തിലേക്ക് കൊണ്ടുപോയ ഉസിയാവ് എന്ന് പറയുന്ന രാജാവായിരുന്നു. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ രാജസിംഹാസനത്തിൽ കയറിയ മനുഷ്യനാണ്. നമ്മുടെ പ്രായത്തിൽ പറഞ്ഞാൽ കുട്ടിയും കോലുവോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഒക്കെ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് രാജസിംഹാസനത്തിനകത്ത് കയറി. ഈ മനുഷ്യൻ 16-ാമത്തെ വയസ്സിൽ രാജഭരണം തുടങ്ങി. യഹൂദയ്ക്ക് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രബല ശക്തിയായി അവരെ വളർത്തി. സൈന്യ ബാഹുല്യം കൊണ്ട്, സമ്പദ് വ്യവസ്ഥിതികൾ കൊണ്ട്, പരിഷ്കാരങ്ങൾ കൊണ്ട്, സംസ്കാരങ്ങൾ കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ പ്രബല ശക്തിയായി യഹൂദയെ അവർ വളർത്തി. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം 195 210 ലോകരാഷ്ട്രങ്ങൾ നമുക്കുണ്ട്. അവയിൽ ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മേന്മയുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ സൈന്യശക്തി എടുത്താലും, ഇവിടെയുള്ള സ്പോർട്സ് നമുക്കെടുത്താലും, മെഡിക്കൽ സയൻസ് എടുത്താലും, കണ്ടുപിടുത്തങ്ങളുടെ വിപ്ലവകരമായ മാറ്റങ്ങൾ എടുത്താലും ഇന്ത്യയെ പിന്തള്ളാനൊന്നും പറ്റുകയില്ല. എന്ന് പറയുന്നത് പോലെ യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രം അന്നത്തെ കാലത്ത്, ഉസിയാവിന്റെ കാലത്ത് ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ എത്തിച്ചേർന്നു. ഇവരുടെ കാലത്താണ് വലിയ വലിയ ആയുധ സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഏറ്റവും ഉയർന്ന ഉച്ചകോടിയിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മുമ്പിൽ പ്രബല ശക്തിയായി യഹൂദ മാറിയപ്പോൾ ഈ പ്രബല ശക്തിയെ നോക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനം എടുക്കാമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചാൽ വളരെ മനോഹരമായിരിക്കും. പ്രബല ശക്തിയായി വളർന്ന യെരുശലേമിനെ നോക്കിക്കൊണ്ട്
യഹൂദയെ നോക്കിക്കൊണ്ട്, കണ്ടുപിടുത്തങ്ങളുടെ വിസ്മയ ലോകത്ത് വിരാജിച്ചു കൊണ്ടിരുന്ന യഹൂദയെ നോക്കി ദൈവം തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് അവർ പിന്മാറിപ്പോയി. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, മുറിവും ക്ഷതവും പഴുത്ത വ്രണവും മാത്രം. എന്ന് പറഞ്ഞാൽ യഹൂദയുടെ പുറമേയുള്ള മോടിയൊക്കെ കണ്ട് ആളുകൾ ആസ്വദിക്കുമ്പോൾ ദൈവം യഹൂദ എന്ന പ്രമാണം കയ്യിലുള്ള, ന്യായപ്രമാണം കയ്യിലുള്ള, പുരോഹിതന്മാർ കയ്യിലുള്ള, പിതാക്കന്മാർ കയ്യിലുള്ള ഈ ജനത്തെ നോക്കി ദൈവം പറയുന്നു, അയ്യോ അയ്യോ അയ്യോ, എന്റെ സർവദാനങ്ങളും അനുഭവിച്ചുകൊണ്ട്, ദൈവം തമ്പുരാൻ കൊടുക്കുന്ന സർവ സമ്മാനങ്ങളും അനുഭവിച്ചുകൊണ്ട്, മനുഷ്യ, ദൈവത്തിന്റെ ദാനം ഒപ്പിട്ട് വാങ്ങി ജീവിക്കുന്ന നീ ദൈവത്തെ മറന്ന് എങ്ങോട്ട് ഈ യാത്ര? അവർ പുറകോട്ട് പോയി ദൈവത്തെ വിട്ടിട്ട്. ദൈവം പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഇവരെ മക്കളായി കൈക്കൊണ്ടിട്ടും ഇവർക്ക് ദൈവത്തെ അപ്പനായി കൈക്കൊള്ളാൻ പറ്റിയില്ല. ഇവർ ദൈവത്തെ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ നാടിന്റെ സ്ഥിതി എന്നാ? പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രഭാതവും മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടാണ് നാം ഉണർന്നത്. ഓരോ ദിവസവും അങ്ങനെ തന്നെ ദൈവത്തെ വിട്ടകന്നു മാറിയ ഈ ജനസമൂഹത്തെ കണ്ടുകൊണ്ട് ദൈവം തമ്പുരാൻ വിളിക്കുന്നു, യെരൂശലേമേ യെരൂശലേമേ, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. യഹൂദ, ആ ഗോത്രത്തിൽ വേണം ക്രിസ്തു പിറക്കാൻ. ലോകരക്ഷകനെ ഭൂമിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജാതി പാപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവരെ മടക്കി വിളിക്കാൻ പ്രവാചകനെ അയച്ചു. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയാം, ഒരാത്മീക സന്ദേശം വിളിച്ചു പറയാം. ഇത്രയും ധനം മുടക്കി, പണം മുടക്കി, സമയം മുടക്കി ഇങ്ങനെയുള്ള പൊതുസമ്മേളനങ്ങൾ വെക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മിക്കവാറും വീടുകളുടെ മുൻപിൽ, വീടിന്റെ മുറ്റത്ത് നടക്കുന്ന പന്തൽ ഒന്നുകിൽ ശവസംസ്കാരത്തിന്, അതല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസത്തെ പാർട്ടി, ഇത് രണ്ടിനുമല്ലാതെ ഒരു മുറ്റവും പലപ്പോഴും ആരും ഒന്നിനും ചെലവഴിക്കാറില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു മരണപ്പന്തലല്ല ഇവിടെ വീണിരിക്കുന്നത്, ഒരു കല്യാണ പന്തലുമല്ല ഇവിടെ വന്നിരിക്കുന്നത്, മറിച്ച് ദൈവരാജ്യത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുന്ന ഒരു വേദിയായി മാറുന്നു. ഇത് കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ക്ഷണത്തിന്റെ വിളിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ധനം മുടക്കി, സമയം മുടക്കി ഇങ്ങനെയുള്ള യോഗങ്ങൾ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ നാടിനെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കുഴിഞ്ഞാൻ വിളയെന്നോ, പൊഴിയൂരെന്നോ, ഉച്ചക്കടയെന്നോ, കാരക്ക വിളയെന്നോ എന്തു വേണേലും വിളിക്കാം. ഈ നാടെന്ന് പറയുന്നത് സുവിശേഷത്തിന് അന്യമല്ല. സുവിശേഷത്തിന്റെ ശക്തമായ വിത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിതറപ്പെട്ട ദേശമാണിത്. പല വിത്തുകളും കട്ടയുടെ കീഴിൽ കിടന്ന് കെട്ടുപോയെങ്കിലും ഇന്നും അതിന്റെ തീ അണഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്ന ശബ്ദം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു വലിയ ആത്മീക കൊയ്ത്തിന് കാരണമായി തീർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നാടിനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തന്റെ ദാസന്മാരെ അയക്കുന്നത്. അങ്ങനെ പുറകോട്ട് പോയ യെരൂശലേമിനെ നോക്കി പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോയി പറയണം, പിന്നോട്ട് പോകരുത്. നീ ഇപ്പോൾ ഒരു ഇരുട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ പ്രത്യേകത നമ്മളിവിടെ വായിക്കുന്നത്,
അവർ ഇരുളിലും അന്ധതമസ്സിലും കിടന്നിരുന്നു എന്നാണ്. ഇരുട്ടിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ബൈബിളിൽ ഒരുപാട് വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വാക്യങ്ങൾ വായിപ്പിച്ചു ഞാൻ പോകുന്നില്ല, പറഞ്ഞു വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ നേരെ പോയത് തൻ്റെ കസിനായ യോഹന്നാനെ രക്ഷിക്കാനല്ല. ഇരുട്ടിലും മരണത്തിൻ്റെ നിഴലിലും അന്ധതമസ്സിലും ഇരുന്ന ജനത്തെ വിടിവിക്കാൻ വേണ്ടിയാണ് ഈശോ പോയത്. ഈശോക്കറിയാം യോഹന്നാനെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഹന്നാൻ ഓൾറെഡി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വന്നവൻ, ദൈവസന്നിധിയിലേക്ക് തിരികെ പോകുന്നവൻ. പക്ഷെ ഈ ജനം അങ്ങനല്ല. ഇന്ന് രാത്രി സുവിശേഷം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്നറിയാമോ? ഇരുട്ടിൽ കിടക്കുന്ന, അന്ധതമസ്സിൽ കിടക്കുന്ന, നരകത്തിന്റെ മരണവാറണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ചിലതിനെ വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊള്ളയടിക്കേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് രാത്രിയിലും യോഗം ഇതിനകത്ത് നടക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനത്തിന്റെ നിവർത്തി കാണാതെ നാം ഇന്ന് രാത്രി ഇവിടുന്ന് പോകില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ കുരുക്കി മുറുക്കി വച്ചിരിക്കുന്ന പിശാചിന്റെ പൈശാചിക അടിത്തറകളെ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ആരാധിക്കുന്നവരുണ്ടോ, ഇതിനകത്ത് സ്തുതിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു, ദേശം കാണാൻ പോകുന്ന ഒരു വലിയ രക്ഷ. കാരണം ഈശോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുട്ടിലും അന്ധതമസ്സിലും ഇരുന്ന ജനത്തിന്റെ അടുക്കലേക്കാണ്. എന്തിനാണ് ഈശോ ഇരുളടഞ്ഞ ദേശത്തേക്ക് വന്നത്? ഇരുട്ടിൽ പതിയിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്, ഒന്ന്, ബൈബിൾ പറയുന്നു, ഇരുട്ടിൽ നടക്കുന്നവൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ഞാൻ വാക്യങ്ങളിലേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. 1 യോഹന്നാന്റെ ലേഖനം 2:11 നമ്മൾ അങ്ങനെ വായിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 4:19 കാണുന്നു, ഇരുട്ടിൽ നടക്കുന്നവൻ ഏതെങ്കിൽ തട്ടി വീഴുമെന്നും അറിയുന്നില്ല. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇരുള് മൂടിയ നഫ്താലിയുടെയും സെബൂലൂന്റെയും ഗ്രാമത്തിലേക്ക് ഈശോ പോകാൻ കാരണം, അവിടെയുള്ള ആളുകൾ ഇരുട്ടിലും അന്ധതമസ്സിലും കിടന്നിരുന്നു. അവർ മരണത്തിന്റെ നിഴലിൽ ആയിരുന്നു. ജീവിതം ഇരുട്ട് മൂടുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു പോകും ഒരു തിരിവെട്ടം. പണ്ട് സൂര്യഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ, ഗീതാഞ്ജലിയിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അസ്തമിക്കാൻ ഒരുങ്ങുമ്പോൾ സൂര്യഭഗവാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ശേഷം ഭൂമിയിൽ വെട്ടം കൊടുക്കാൻ നിങ്ങളിൽ ആരെ കടന്നു വരും എന്ന് ചോദിക്കുമ്പോൾ അസ്തമിക്കാനൊരുങ്ങുന്ന സൂര്യന് ഒരു മറുപടിയും ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. അസ്തമിച്ചേ പറ്റുകയുള്ളൂ, പക്ഷെ പ്രകാശം കൊടുക്കാൻ ആരുമില്ല. ഈ സമയത്ത് ഒരു ശബ്ദവും കേൾക്കാതിരുന്നപ്പോൾ ഒരു മിന്നാമിനുങ്ങ് പാറി 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 പറന്നു വന്ന് പറയുന്നു, അയ്യോ, അങ്ങയെപ്പോലെ കത്തി ജ്വലിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, എനിക്കൊന്ന് ചെറുതായിട്ട് മിന്നാനേ പറ്റുള്ളൂ, അങ്ങനെ വെട്ടം മതിയെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് മിന്നാമിനുങ്ങ് വന്ന് പറഞ്ഞു പോലും. അവസാനം മിന്നാമിനുങ്ങിന്റെ സമർപ്പണമുള്ള വാക്കുകൾ കേട്ടിട്ട് സൂര്യഭഗവാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ പ്രിയമുള്ളവരെ, ഇരുള് മൂടിയ സ്ഥാനത്ത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കും. പക്ഷെ എന്താണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ? ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. വിശുദ്ധ ബൈബിളിന്റെ തുടക്കം തന്നെ ഇരുട്ടിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആഴത്തിൽ അല്ലേ, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ഇരുളെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയല്ല, വെളിച്ചത്തിന്റെ അഭാവത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ആ ഇരുളിന്റെ അധികാരം ഭയങ്കരമാണ്.
ബൈബിളിൽ ഇരുളെന്ന് പറയുന്നതിൻ്റെ അർത്ഥം സാത്താന്യ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, പക്ഷേ ഒരു വലിയ ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. എന്താ? ഇരുള് പൈശാചികമാണ്. തെളിവെന്താണ്? ശ്ലീഹനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ സഭയെക്കുറിച്ച് പറയുന്നു, നിങ്ങളെ ദൈവം വിടുവിച്ചിരിക്കുന്നത് ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇരുളെന്ന് പറയുന്നത് ഒരു സാത്താന്യ രാജ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളണം. സ്തോത്രം. ഇരുട്ടിന്റെ മറപറ്റി ഇരുട്ടിന്റെ അധികാരത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇരുട്ടിൽ നമുക്കറിയാം, ഇരുട്ടൊരു രാജ്യമാണ്. ഇരുട്ടിന് ഒരധിപതിയുണ്ട്. ഓക്കെ, ഇരുട്ടിനൊരു അധിപതിയുണ്ട്. ഇരുളൊരു രാജ്യമാണ്. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോൾ നമ്മളും കിടന്നത് ഒരു വല്ലാത്ത ഇരുട്ടിനകത്താണ്. അപ്പോൾ ഇരുട്ടൊരു രാജ്യം, ഇരുട്ടെന്ന രാജ്യത്തിലൊരു അധിപതിയുണ്ട്. നാം ഇതിനു മുമ്പ് ഇരുട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുളെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഇതൊരു വല്ലാത്ത പൈശാചിക ആധിപത്യമാണ്. ഇരുൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർക്കാ? ഒന്ന് പറഞ്ഞേ. ഇരുൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർക്കാ? കള്ളന്മാർക്കാ, അല്ലേ? ശരിയല്ലേ? അവർക്ക് ഇരുട്ടാ ഭയങ്കര ഇഷ്ടം. ബൈബിളിൽ പറയുന്നുണ്ട്, കള്ളൻ രാത്രിയിൽ വരുന്നു. അപ്പോൾ ഇരുട്ടിന്റെ മറപറ്റി വരുന്നത് ആരാ? കള്ളനാ. ഇനി കള്ളൻ എന്തിനാ വരുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും. ഇന്നത്തെ കാലം പോലെ ഒരു കാലം ഇനി ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നെ അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അപ്പോൾ തന്നെ ഞാൻ തല കുനിക്കുകയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, പ്രഭാഷകന്റെ കയ്യിലെല്ലാം ഇതുപോലത്തെ ഓരോ ടാബ് ഇപ്പോഴുണ്ട്. മറ്റത് കുറിപ്പ് എഴുതി വെക്കണം. ഓക്കെ, എല്ലാവരുടെയും കയ്യിൽ 2-3 ഫോണാണ്, അല്ലേ? ഇത് കൂടാതെ നമ്മുടെയൊക്കെ വീടുകൾ, യാത്രാ സംവിധാനങ്ങൾ. ഞങ്ങളിങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രിയ ബിബിനോട് പറഞ്ഞു, ഈ താഴെയുള്ള കുളത്തിൽ അമ്മ ബക്കറ്റുമായിട്ട് വന്ന് ഞങ്ങളുടെ 5 പേരുടെയും അല്ല 7 പേരുടെയും തുണിയെല്ലാം കൂടെ കഴുകിയിട്ട് ആ ബക്കറ്റിൽ ഊടി പിഴിഞ്ഞ് വെച്ചിട്ട് ഇതും കൊണ്ട് തലച്ചുമട പോലെ നടന്ന് പള്ളി വരെ പോകുന്ന കാഴ്ച. ആമീൻ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല, നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് കഴുകി ഇതെല്ലാം ചുമന്നുകൊണ്ട് ആ പള്ളി വരെ പോകണം, അതിൻ്റെ മുകളിൽ വരെ നടന്ന്. അന്നിങ്ങനത്തെ റോഡൊന്നുമില്ല. ഞാനതൊക്കെ ഓർത്തു ഞങ്ങളിന്ന് വന്നപ്പോൾ. ഇരുട്ടിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കാനും നശിപ്പിക്കുവാനും. നാശപുത്രനായ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു നാടിനെ മുടിക്കുക, ഒരു രാജ്യത്തെ മുറിക്കുക, ഇല്ലാതാക്കുക, ഒരു കുടുംബത്തെ തകർക്കുക, കുടുംബത്തിന്റെ നാശം കാണുക. ഞാൻ പറയാം, ഇന്ന് രാവിലത്തെ പത്രം ഞാൻ വായിച്ചു, ഒന്ന് ഞെട്ടിപ്പോയി. നിങ്ങൾ ആരെങ്കിലും ആ വാർത്ത വായിച്ചോ എന്ന് എനിക്കറിയില്ല. 32-40 വയസ്സുള്ള ഒരു മകൻ അവന്റെ വീട്ടിൽ വന്നു. അവന്റെ അമ്മ അവന് വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കി വെച്ചു. അവൻ ഈ ആഹാരമെല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ട്, അപ്പൊ ആ വീട്ടിൽ അവൻ്റെ അനുജനുണ്ട്. അവൻ പുറത്തു പോയ സമയത്ത് ഇവനും ചുമ്മാ റൗണ്ട് അടിച്ച് തിരിച്ചു ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനൊന്ന് പുറത്തു പോയിട്ട് തിരികെ വന്നിട്ട് ചെയ്തെന്നറിയാമോ? അവിടെ കിടന്നൊരു ചുരിദാറിൻ്റെ ഷോൾ എടുത്തിട്ട് ഈ വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പിക്കൊടുത്ത അമ്മയുടെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് നൊന്തു പ്രസവിച്ച അമ്മയെ കൊന്നുകളഞ്ഞു. ഞാൻ താമസിക്കുന്നതിന് 30 കിലോമീറ്ററിനകലെ മൂവാറ്റുപുഴയിൽ സംഭവിച്ച കാര്യമാണ്.
അക്ഷരാഭ്യാസമില്ലാത്ത നരാധമൻ പാർക്കുന്ന സ്ഥലത്ത് സംഭവിച്ചതല്ല. സാക്ഷരതയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ 72 കഷണങ്ങളാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച അമ്മ, സ്വന്തം മകൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പ്രസവിച്ചിട്ടിട്ട് ആ കുഞ്ഞിനെ വെറുതെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് വലിച്ചെറിഞ്ഞു എറണാകുളത്ത്. എന്താ, എങ്ങോട്ടാ നമ്മുടെ ഈ നാട് പോകുന്നത്? എങ്ങോട്ടാ നമ്മുടെ നാട് പോകുന്നത്? പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഇതൊരു ഭ്രാന്താലയമല്ലേ? 10-20 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ചോരമണമുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിത്യസംഭവമാണ്. മതവ്യത്യാസങ്ങളില്ല. ക്രൈസ്തവന്റെ വീട്ടിലും ഹിന്ദുവിന്റെ വീട്ടിലും മുസൽമാന്റെ വീട്ടിലും ഒക്കെ ഇത് സംഭവിക്കുന്നു. മതചടങ്ങില്ലാത്തതുകൊണ്ടാണോ? ആചാരങ്ങളില്ലാത്തത് കൊണ്ടാണോ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയാം, ഈ ഗ്രൗണ്ടിലിരുന്നും വീഥികളിലിരുന്നും വീടുകളിലും ഇരുന്ന് കേൾക്കുന്ന എന്റെ കൂടപ്പുറപ്പുകളോട് ഞാൻ പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ ലോകം സാത്താന്റെ അധീനതയിലാണ്. ഇവിടെ ഇരുട്ട് മൂടിയിരിക്കുന്നു. ഇരുട്ടത്തിന് കുഴപ്പമുണ്ട്. മിസ്രൈമിൽ കൂരിരുട്ട് ബാധിച്ചപ്പോൾ തൊട്ടടുത്തിരുന്നയാളിനെ കാണാൻ പറ്റത്തില്ല. ഇന്നും അങ്ങനല്ലേ? സ്വന്തം അമ്മയെ കാണാൻ പറ്റുമോ മോനെ? അമ്മയോട് കാമം തോന്നുന്ന മകൻ, സ്വന്തം മകളോട് കാമം തോന്നുന്ന അപ്പൻ. ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്ന കൂട്ടർ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾക്ക് നാമും ഒരു പരിധിവരെ ഉത്തരവാദികളാണ്. എന്താ കാരണം? മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്ന പൈശാചിക പ്രവണതകൾ. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു ഉറക്കെ, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ആത്മാവ് പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ദൈവസഭ ശക്തമായ ആത്മീക പോരാട്ടത്തിന് തയ്യാറായാൽ നമ്മുടെ ദേശത്തെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. കരമൊന്നടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചുടരപദന ഹടകദരപദാനിയ. കേവലം ഒരു പ്രസംഗം കേട്ടു പോകണ്ട. ഇന്ന് രാത്രി ഒരു പകർച്ച ഇതിനകത്ത് സംഭവിച്ചിരിക്കും. ഈശോ വന്നത് മരണബന്ധനങ്ങളെ അറുക്കുവാനാണ്. ഈശോ ലോകത്ത് വന്നത് ഇരുട്ടിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി സൂര്യശോഭ പോലെ ഓരോ മനുഷ്യനെയും വെളിച്ചമാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഇരുളിന്റെ പ്രത്യേകത, ഇരുട്ടിൽ നടക്കുന്നവൻ ആരെ അറിയുന്നില്ല. അപ്പനെയും അമ്മയെയും പെങ്ങളെയും ടീച്ചറിനെയും വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും ആരെയും തിരിച്ചറിയുന്നില്ല. അതൊക്കെ സംഭവിക്കുമ്പോൾ ഒരാത്മീകൻ എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയണം, ദേശത്ത് ഇരുട്ടിന്റെ ആധിക്യം കൂടിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറപറ്റി ഓടുന്ന, മറപറ്റി കടന്നു വരുന്ന ഹിംസ്രജന്തുക്കളെ നാം അറിയണം. ഇരുട്ടിൽ നിന്ന് മോചനം വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സത്യവെളിച്ചം ലോകത്തിലേക്ക് വരിക. ഹിന്ദു വേദത്തിലെ മന്ത്രാസ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അസതോമ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നടത്തണമേ. തമസോമ ജ്യോതിർഗമയ. എന്നെ വെളിച്ചത്തിലേക്ക് നടത്തണമേ. മൃത്യോമ അമൃതം ഗമയ. മരണത്തിൻ്റെ മരണമൂലമുള്ള ഈ പാപശരീരത്തിൽ നിന്ന് എന്നെ നിത്യമായ ഒരു ജീവനിലേക്ക്
എന്നെ നടത്തണമേ. പ്രിയമുള്ളവരെ, അതൊക്കെ കേവലം ഒരു പ്രാർത്ഥനയായി മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഉപനിഷത്തിൽ കാണുന്നില്ല, വേദങ്ങളിൽ കാണുന്നില്ല, മതഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല. എന്നാൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന തിരുവചനത്തിന് തെളിവോടെ വിളിച്ചു പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്ന ഈ പുസ്തകം പറയുന്നു, നിനക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കാൻ ഒരു മാർഗമുണ്ട്. നിനക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാൻ ഒരു മാർഗമുണ്ട്. ഞാൻ തന്നെ വെളിച്ചം, ഞാൻ തന്നെ വഴി എന്നുറക്കെ പ്രഖ്യാപിച്ച നസ്രയനയിലൂടെ നിനക്കൊരു പുതുമാർഗമുണ്ട്, ഒരു പുതിയ വഴിയുണ്ട്. യേശു ഇരുളുള്ള മരണത്തിന്റെ നിഴലിൽ പാർക്കുന്ന നാട്ടിലേക്ക് കടന്നുപോയി. ആ നാടിൻ്റെ പേരാണ് ഗലീല എന്ന് പറയുന്നത്. ഗലീല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടെന്നാണ്. ഈശോ ജനിച്ചത് ബേത്ലഹേമിലാണ്, വളർന്നത് നസ്രത്തിലാണ്. ഏകദേശം 28.5 കൊല്ലം നസ്രത്തിലാണ് ജീവിച്ചത്. സ്വാഭാവികമായി ഈശോ പോകേണ്ടിയിരുന്നത് ബേത്ലഹേമിലേക്കോ നസ്രത്തിലോ ആണ്. പക്ഷേ ഈശോ അവിടേക്ക് തിരികെ പോയില്ല. തൻ്റെ ശുശ്രൂഷയുടെ സമയമായി 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യോർദാനിൽ നിന്ന് പിതാവിൻ്റെ മഹത്വമുള്ള വചനം കേട്ടു. He is my beloved son. ഇവരെന്റെ പ്രിയപുത്രൻ. ഒടുവിൽ തൻ്റെ ശുശ്രൂഷ തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ക്രിസ്തു പ്രവാചകന്മാരുടെ കല്ലറകളുള്ള വാഗ്ദത്തങ്ങളുടെ ഈറ്റില്ലമായ സമാധാനത്തിന്റെ നഗരമായ യെരുശലേമിലേക്ക് വാങ്ങിപ്പോകാതെ ഇരുള് മൂടിയ അന്ധതമസ്സുള്ള മരണത്തിന്റെ നിഴലിൽ പാർക്കുന്ന ഗലീലയിലേക്ക്, സെബുലൂന്റെയും നഫ്താലിയുടെയും ഇടങ്ങളിലേക്ക് പോയി. ആരാണ് ഈ സെബുലൂൻ? ആരാണ് ഈ നഫ്താലി? ഇവർ യാക്കോബിന്റെ മക്കളാ. ലേയിലും റാഹേലിലുമൊക്കെ ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളാണ്. ഇവരുടെ പേരിനൊരു വിശേഷതയുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേട്ടിൽ തന്നെ. ആരാ ഇപ്പോൾ ഇരുട്ടിൽ കിടക്കുന്നത്? ആരാ ഇപ്പോൾ മരണനിഴലിൽ കിടക്കുന്നത്? ഒരു സമയത്ത് യുദ്ധത്തിന്റെ സൈറൻ മുഴങ്ങുമ്പോൾ, കാഹളം കൊണ്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ, യുദ്ധത്തിന്റെ മുന്നണിയിൽ പടക്കി നിരന്നു നിൽക്കുന്ന സെബുലൂന്റെയും നഫ്താലിയുടെയും ഗോത്രത്തിൽപ്പെട്ട പിൻതലമുറക്കാർ, ഇവരാരാ? യുദ്ധമുന്നണിയിൽ നിൽക്കേണ്ടിയവരാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ശ്രോതാക്കളോട് ഒരു സന്ദേശം വിളിച്ചു പറയാം. നമ്മേക്കാൾ ശക്തിയോടെ പോരാടുന്ന, നമ്മേക്കാൾ ശക്തിയോടെ പ്രസംഗിക്കേണ്ടിയ, നമ്മേക്കാൾ നന്നായി പാടേണ്ടിയ, നമ്മേക്കാൾ നന്നായി ആരാധിക്കേണ്ട, നമ്മേക്കാൾ നന്നായി സുവിശേഷം പറയുന്ന ആളുകൾ ഇനിയും ഈ നാട്ടിലുണ്ട്. കരമൊന്നടിച്ചു സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ സമയമാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചലനം ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേര് എന്നോടൊപ്പമുണ്ട്? യേശു ഈ നാടിനെ സ്നേഹിക്കുന്നു. ശക്തമായി സുവിശേഷത്തിന്റെ വക്താക്കളായി ലോകത്തിന്റെ ഉണർവിന് സാക്ഷ്യം വഹിക്കേണ്ട തലമുറകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവർ പലരും ഇരുട്ടിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുകയാണ്, മരണത്തിന്റെ നിഴലിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊക്കെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നു. പ്രിയ വിപിനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ
സൗണ്ടൊക്കെ വെച്ച് തരുന്ന വേവ്സിലെ ഒരനുഗ്രഹീത സഹോദരൻ. ഓൺലൈനിൽ പോകുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് റീസണൊന്നും ഞാൻ പറയുന്നില്ല. ജീവിതം മതിയാക്കി പോയി, ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഒറ്റ വാക്ക, സമാധാനമില്ല. സ്നേഹിത, ഈ കൂട്ടത്തിൽ ഇന്ന് ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നിങ്ങൾ ചോദിക്കേ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമുണ്ടായിരുന്നു. വെച്ച ചോറ് ഊറ്റി പാത്രത്തിലിട്ട് തിന്നാനിരിക്കുമ്പോൾ മണ്ണ് വാരി തിന്നേണ്ടിയ സാഹചര്യം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? എത്രയോ കുടുംബങ്ങളിൽ വാക്കത്തി പ്രയോഗം. പക്ഷെ ഇന്ന് സമാധാനം കിട്ടിയില്ലേ? കരമൊന്നുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കുന്ന കരകളൊന്ന് വീശി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എന്താ കാര്യം എന്നറിയാമോ? ഇരുളിന്റെ ആധിക്യത്തിൽ ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായവൻ കടന്നു വന്നു. ഇന്ന് രാത്രി നിന്റെ വീട് ഒരു പൂന്തോട്ടമാകണമോ, പൂങ്കാവനമാകണമോ? നിന്റെ വീട് സമാധാനത്തിന് ഈറ്റില്ലമാകണമോ? ഒറ്റൊരു മാർഗം, ഇരുളിന്റെ പിടിവള്ളി പൊട്ടിക്കാൻ കഴിവുള്ള സത്യ വെളിച്ചമായവൻ ഇന്ന് രാത്രി ഇവിടെ പ്രകാശിക്കുന്നുണ്ട്. അവന്റെ ലക്ഷ്യം നീ മാത്രമാ. അവൻ നിന്റെ കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി വരികയാണ്. നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരിക. ഈശോ മെല്ലെ ഈ ഇരുളടഞ്ഞ ഗലീലയിലേക്ക് പോയി. യേശു ഗലീലയിൽ മിനിസ്ട്രി ചെയ്തത് ഏകദേശം 3 വർഷമാണ്. ഈ 3 വർഷം യേശുവിൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ, ഹി വാസ് എ മൂവിങ് ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയാം. ഇന്ന് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വി ആസ്ക് ഫോർ എന്താ സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? ഓർത്തോ ഉണ്ടോ, ഫിസിഷ്യൻ ഉണ്ടോ? ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ ഞാനൊരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നിർത്തുക, നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ സമയത്തിനകത്ത് ഞാൻ നിർത്തും. യേശു ഈ സ്ഥലത്ത് ചെന്നപ്പോൾ ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന ദേശം നിങ്ങളൊന്ന് കാണണം. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 5, 5-ാം അധ്യായം. അവിടെ അതൊരു ജംഗ്ഷനാണ്. 3 ടൈപ്പ് ആളുകളെ നമുക്കവിടെ കാണാം. ഒന്നാമത്തെ മനുഷ്യൻ എ ഡീമൺ പൊസസ്ഡ് എന്ന് പറഞ്ഞാൽ പൈശാചിക ആധിത്യത്തിൽ, പിശാചിൻ്റെ ആധിപത്യത്തിൽ കുടുങ്ങിപ്പോയ ഒരു യൗവനക്കാരൻ. അവൻ എവിടെ കിടക്കുന്നറിയാമോ? അവന് നല്ല വീടുണ്ട്, അവന് പാരൻസ് ഉണ്ട്, കസിൻസ് ഉണ്ട്. പക്ഷെ അവനാരും വേണ്ട. അവൻ കിടക്കുന്ന എവിടാന്നറിയാമോ? ശവക്കല്ലറയില. ഇതിനകത്തിരിപ്പുണ്ട് മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാര്, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ. എൻ്റെ പാരൻസിൻ്റെ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാം ഒരുമിച്ച് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ലോകപ്രകാരമൊന്നും ഞങ്ങൾ നേടിയിട്ടൊന്നുമില്ല. വിനു പറഞ്ഞു, ഞാൻ വീട് വെച്ചെന്ന് തമ്പുരാൻ തന്നതാണ്. ഹല്ലേലൂയ. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കൃപയിലുണ്ട്. എല്ലാവരും യേശുവിനെ ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ പരം എന്താ ഭാഗ്യം വേണ്ടത്? ആരും നഷ്ടപ്പെട്ടു പോയില്ല. ഏതെങ്കിലും അമ്മമാർ ഇതിനകത്തുണ്ടോ? കുഞ്ഞുങ്ങളെ ഓർത്ത്. നിങ്ങൾക്കൊരു പക്ഷേ നിന്റെ കുഞ്ഞിപ്പോൾ എവിടെയെന്ന് അറിയത്തില്ല. പല വീട്ടിലും ഞാനിന്ന് ഒത്തിരി ആഗ്രഹിച്ചതാ എൻ്റെ 1-2 സുഹൃത്തുക്കളെ പോയി കാണണം, അവരെ യോഗത്തിന് വിളിക്കണമെന്ന്. നടന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരൻസിന് അറിയത്തില്ല കുഞ്ഞുങ്ങൾ എവിടാന്ന്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്കറിയത്തില്ലേലും
അഗ്നിജ്വാലക്കത്ത കണ്ണുള്ള കർത്താവിനറിയാം നിന്റെ കുഞ്ഞ് ഇപ്പോൾ റൈറ്റ് നൗ എവിടെയാ, ഇപ്പൊ എവിടാന്നറിയാം. അതിനുവേണ്ടി മാത്രം കർത്താവ് ഒരു സ്പെഷ്യൽ ട്രിപ്പ് വെച്ചു, എക്സ്ക്ലൂസീവ് ട്രിപ്പ്, ഓൺലി ഫോർ വൺ പേഴ്സൺ. കാര്യം എന്നറിയാമോ? ഇപ്പൊ കല്ലറ കിടക്കുന്ന ഈ മനുഷ്യൻ നാളത്തെ ഡിസ്ട്രിക്ട് പാസ്റ്ററാ. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളത്തെ ഡിസ്ട്രിക്ട് പാസ്റ്ററാ ഇന്ന് കലകിയിരിക്കുന്നത്. നാളത്തെ സൂപ്രണ്ടിന്റെ ഇന്ന് ഏതോ ബാറിലിരുന്ന് മദ്യപിക്കുന്നത്. യേശു നേരെ അവന്റെ അടുക്കലേക്ക് പോയി. ഒരു കാര്യം അറിയണം, വെളിച്ചം ഇന്ന് രാത്രിയിലും പുറപ്പെട്ടാൽ അത് നേർരേഖയിൽ സഞ്ചരിക്കും. വെളിച്ചത്തിന് വളഞ്ഞ വഴിയില്ല. വെളിച്ചം പ്രകാശിച്ചാൽ ഇരുട്ട് പോയേ പറ്റൂ. ഇന്ന് രാത്രി വലിയ ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ യോർദാങ്കൽ കാലി വെച്ചപ്പോൾ യോർദാൻ പിൻവാങ്ങിപ്പോയി. ചോദിക്കുന്നു, യോർദാനെ എന്താ പിൻവാങ്ങുന്നത്? യോർദാന്റെ വാക്ക് കേൾക്കണോ? ദൈവ സാന്നിധ്യത്തിന്റെ മുൻപാകെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പുറകോട്ട് വലിയുകയാ. ഇന്ന് രാത്രിയിലും തേജോമയനായ കർത്താവ് ഉച്ചക്കടയിലൂടെ ഉലാവുമ്പോൾ ഇരുളിന്റെ മറപറ്റി ഓടുന്ന ചിലതിനെ ദൈവാത്മാവ് ഇന്ന് രാത്രി വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അല്പസമയം നമ്മൾ സ്തോത്രം ചെയ്യാൻ പോവുക. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, യൗവനക്കാർ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, യൗവന തലമുറകൾ ഈ ദേശത്ത് സ്വതന്ത്രമാകട്ടെ. അഡിക്ഷൻസിൽ നിന്ന്, മദ്യത്തിന്റെ ആസക്തി, മദ്യപാനത്തിന്റെ ആസക്തി, ഏതൊക്കെ തരത്തിൽ അവനെ ജഡത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു, അതിന്റെ സകല ആസക്തികളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. വിശ്വാസത്തോടെ അല്പസമയം സ്തോത്രം ചെയ്യണം. ഞാൻ മെസ്സേജിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈശോ അവിടെ ചൊല്ലുന്നു, ഒന്നാമത്തെ മനുഷ്യനെ കണ്ടോണം നിങ്ങൾ. ഡീമൺ പൊസസ്ഡ്. ചില കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. യൗവന തലമുറകൾ കയ്യിൽ നിന്ന് പോയി. ഹസ്ബൻഡ് കയ്യിൽ നിന്ന് പോയി. ചിലരങ്ങ് ജീവിക്കുക. എന്തിനാ ജീവിക്കുന്നത്? അങ്ങ് ജീവിക്കുക പാസ്റ്ററെ. ജനിച്ചു പോയല്ലേ, ജീവിച്ചല്ലേ പറ്റൂ. ഇല്ല, നിനക്കതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ലോകത്തെ സൃഷ്ടിച്ച നിയന്ത്രിതാവ്, ഈ ലോകത്തിന്റെ കർത്താവ് നിന്റെ കർത്താവായി നിന്റെ ഹൃദയത്തിലേക്ക് വരികയാ. യേശുവിന്റെ നാമത്തിൽ ജയം. രണ്ടാമത്തെ മനുഷ്യനെ നിങ്ങൾ നോക്ക്. അതൊരു സ്ത്രീയാണ്. 12 വർഷമായി രോഗിയായൊരു സ്ത്രീ. അവളുടെ കാശ് തീർന്നു. കാശ് തീരുമ്പോൾ ബന്ധങ്ങളും തീരും ഓട്ടോമാറ്റിക്കലി കേട്ടോ. കാശുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാവും. എന്നാണ്ടെന്നൊക്കെ ചോദിക്കും. അത് നിങ്ങളുടെ കാശിന് വേണ്ടിയിട്ടാണ്. കാശുള്ളത് വരെ വേണേൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വരും. പക്ഷെ ഒന്നുമില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെപ്പോഴും തന്നെയാ. പക്ഷെ ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങളുടെ കയ്യിൽ കാശില്ലേലും, നിങ്ങൾക്ക് ആരോഗ്യമില്ലേലും, നിങ്ങൾക്ക് ഒന്നുമില്ലേലും, നിങ്ങളുടെ കൂടെ വരാൻ ഒരാളുണ്ട്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട് കേട്ടോ. ആര് പറഞ്ഞു നിന്റെ ജീവിതം തീർന്നെന്ന്? ആര് പറഞ്ഞു ജീവിതം കഴിഞ്ഞു പോയെന്ന്? ആരോടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. സഹോദര, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. നിങ്ങൾ നോക്കണം, യേശു നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നവൻ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ 1 മിനിറ്റ് പീഡമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ നാക്ക് കുഴഞ്ഞു, അകത്തോട്ട് വലിഞ്ഞു, 2 കൈയും 2 കാലും തളർന്നു. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. പെട്ടെന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പേ കിടക്കണമെന്ന് തോന്നി, അങ്ങനെ കുഴഞ്ഞ് വീഴുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ആംഗ്യം കാണിച്ച് എൻ്റെ വൈഫിനോട് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ സഹോദരൻ വീട്ടിരിപ്പുണ്ട്. ഓടിക്കൊണ്ട് വീട്ടിൽ വന്നു. കാറെടുത്തപ്പം എന്നെ അങ്ങനെയൊന്നും ഒരു കണ്ടിട്ടില്ല.
എന്നെ എടുത്ത് കാറിലോട്ടിട്ടു. 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഒരാഴ്ച അവിടെ കിടന്നു. 6 മാസം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഒരു പ്രോഗ്രാമും ഇല്ല, നോ പ്രോഗ്രാം. 6 മാസം എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരു പീഠം വേണം, ഇങ്ങനെ വേണം. 6 മാസം ഞാൻ വിചാരിച്ചു എൻ്റെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. അന്ന് മുതലാണ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് പറഞ്ഞു തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് പലരും എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ സന്ദേശം ഡെയിലി 2000 പേര് 3000 പേര് കേൾക്കുന്ന ഷോർട്ട് മെസ്സേജസ് ഞാൻ കിടന്നുകൊണ്ടാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു, കർത്താവേ ഇവിടം കൊണ്ടൊക്കെ അവസാനിക്കുകയാണോ? ഞാൻ പിന്നെ ചെറിയ ആഗ്രഹം കടന്നു, കർത്താവേ എനിക്കിനി സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു വീണ്ടും എനിക്ക് യാത്ര ചെയ്യണം. എനിക്ക് എവിടെയെങ്കിലും ദൂരൊരു യാത്ര പോകണം. 6 മാസം കഴിഞ്ഞ് കർത്താവ് എന്നെ ആദ്യം പിന്നെ കൊണ്ടുപോയത് നോർത്ത് ഈസ്റ്റിലേക്കാണ്, നാഗാലാൻഡിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ 5 ദിവസം ഒറ്റ നെപ്പിൽ നിന്ന് ക്ലാസ് എടുത്തു. അവിടുന്ന് ഡാർജിലിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഉയർന്നൊരു മലയുടെ മുകളിൽ നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ, കർത്താവ് എനിക്കിനി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. പിന്നെ ഫസ്റ്റ് ഡ്രൈവ് ഞാൻ ചെയ്തത് വയനാട്ടിലേക്കാണ്. അവിടുന്ന് ഏതാണ്ട് 8 മണിക്കൂർ യാത്ര ഡ്രൈവുണ്ട്. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതൽ ഇന്ന് വരെ തിരിച്ച് ബെഡ് കിടക്കേണ്ടി വന്നില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്നത്, അവൻ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ. അപ്പോൾ ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കി, രോഗിയെ സൗഖ്യമാക്കി. അപ്പോൾ ചോദ്യം, പാസ്റ്റർ അതൊക്കെ ഇവിടുത്തെ മെഡിക്കൽ സയൻസും ചെയ്യുമല്ലോ, ചത്ത വല്ല വിഷയമുണ്ടോ? 5-ാം അധ്യായത്തിലെ 3-ാമത്തെ പാർട്ടി ആരാന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 12 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി. മറ്റേത് 12 വർഷത്തെ കേസാണെങ്കിൽ ഇത് 12 വർഷം മാത്രം ജീവിച്ചിട്ടുള്ള കൊച്ചു പെൺകുട്ടി. നിങ്ങൾ ആ പാരൻസിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കളിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്ന കുഞ്ഞിൻ്റെ കളി തീരാതെ ദേ ആ വീട് മുറ്റം ഒന്ന് കണ്ടേ നിങ്ങൾ. ഈശോ ആ വീട്ടിൽ ചെന്നു. അതുതന്നെയാണ് ബിബിൻ്റെ വീട്ടിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു. കാരണം വെന്റിലേറ്ററൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ളല്ല സാധ്യത. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അന്ധമനസ്സിലിരുന്ന ഇരുട്ടിലിരുന്ന സെബലൂന്റെയും നഫ്താലിയുടെയും ദേശം, നഫ്താലിയെ സെബലൂനെ, നീ പ്രാണനെ തിരിച്ച ജനമാണ്. നിന്റെ ജീവൻ കളഞ്ഞ് പോരാടിയവനാ നീ. നിന്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധത്തിന് പോർക്കളത്തിൽ മുന്നേ നിന്നവനാ നഫ്താലി. നിന്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ ഗലീലയിലേക്ക് വന്നു. നിങ്ങൾക്കറിയാമോ, 3 വർഷത്തെ യേശുവിന്റെ ശുശ്രൂഷയിൽ the capital of his ministry was done in Galilee. ഗലീല എന്ന് പറയുന്ന സ്ഥലത്താ എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ക്യാപിറ്റൽ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്ഥലം ആസ്ഥാനമാക്കി പിന്നെ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങി. നിങ്ങളൊന്ന് കാണണം, ലോകത്തെ ഇരുളടഞ്ഞ സ്ഥലത്തു നിന്ന്, മരണത്തിൻ്റെ നിഴലിൽ ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് വെളിച്ചം പ്രകാശിച്ചപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ടിയ അപ്പോസ്തലന്മാരെ ക്രിസ്തു പുറത്തു കൊണ്ടുവന്നത് ആ ഇരുട്ടിനകത്ത് നിന്ന്. അതാ ഞാൻ വിളിച്ചു പറയുന്നത്, ഇരുട്ടിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഗലീലയിൽ എൻ്റെ കർത്താവിന് കിട്ടി. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്തലന്മാർ. ഞാൻ ഇതുവരെ എന്ത് പ്രസംഗിച്ചോ അത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്.
എൻ്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ യേശു അന്ന് ഗലീലയിലേക്ക് പുറപ്പെട്ടു പോയി. എന്തിനാണ്? ഇരുട്ടിൽ കിടന്നവനെ, മരണത്തിൻ്റെ നിഴലിൽ കിടന്നവനെ തിരികെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രകാശം ധരിപ്പിക്കേണ്ടതിന് വേണ്ടി. ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഇരുള് മൂടിയ നമ്മുടെ ദേശത്തിൻ്റെ മേൽ ദൈവം തമ്പുരാൻ്റെ പ്രകാശം വന്നുദിക്കുകയാണ്. ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് നാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നാം ഇത്രയും നേരം ആത്മീക സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ സ്വതന്ത്രരാക്കുന്ന അവൻ രാത്രിയാണത്. ദയവായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാതെ ആരും ഇറങ്ങല്ലേ. ശുശ്രൂഷ അവസാനിക്കുന്നില്ല. 1-2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തമായ ആത്മനിയോഗമുണ്ട്. ചില ഭവനങ്ങളെ ഇന്ന് രാത്രി സ്വർഗം തൊടുവാൻ പോകുന്നു. ഈ യോഗം വെറുതെ കയ്യിലുള്ള കുറച്ച് കാശ് ചിലവഴിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരു മാർഗമല്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി സ്വർഗം സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇരുളിൻ്റെ ചില വാഴ്ചകളെ സ്വർഗം ഇന്ന് അഴിച്ചുകൊണ്ടിരിക്കുന്നു. ആമീൻ. ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം എന്നെ ഒന്ന് സഹായിക്കണം. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ആത്മാവിൽ അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ഇതിനകത്ത്, ഈ പന്തലിനകത്ത് ഇങ്ങേയറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ ഒരു വലിയ ആത്മസാന്നിധ്യം ഒഴുകുന്നു. അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു വലിയ സ്വാതന്ത്ര്യ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ കൽപ്പിക്കുന്നുണ്ട്. ഒരു സാറമോളെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നെങ്കിൽ, എന്നോട് കർത്താവ് പറയുന്നു, ശത്രുവിന്റെ കണ്ണു വീണ പല തലമുറകളും ഇതിനകത്തിരിപ്പുണ്ട്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ചില ആത്മഹത്യകൾ ഒഴിഞ്ഞു പോകണം. ചില കൂട്ടമരണങ്ങൾ ദേശത്തുനിന്ന് വഴിമാറിപ്പോകണം. ഇരുളിന്റെ ചില മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ സഭ ശാസിക്കുന്നു. വെളിച്ചത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം സ്തോത്രം ചെയ്യണം. ഈ ദേശത്തെ ദൈവം ഇന്ന് രാത്രി സ്വതന്ത്രമാക്കുന്നു. ഓ ഷാറാബാനാദെ. അല്പസമയം വായികൾ ശക്തിയോടെ തുറന്നാട്ടെ. ചില രോഗബന്ധനങ്ങൾ ഇവിടെ അഴിയപ്പെടുകയാണ്. ചിലരെ കർത്താവ് സ്വതന്ത്രമാക്കുന്നു. ചിന്തകൾക്കകത്ത് അവിശ്വാസം, സംശയം, ഭയം എന്നിവ കൊണ്ടുവന്ന് ജീവിതത്തെ കൈപ്പാക്കുന്ന ദേശപോരുകൾ ശരീരങ്ങൾ വിട്ടുപോകട്ടെ, സ്വതന്ത്രമാകട്ടെ. ദുരാത്മാക്കൾ വിട്ടുപോകുകയാണ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ തൊടും. മാനസികമായി തകർന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ ഒരു രോഗിയാണോ? ആരോടും പറയാത്ത മനോവ്യസനത്തിൽ കഴിയുന്നവരാണോ? സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ റിലീസ് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി സ്വർഗത്തിന്റെ ദൂതഗണങ്ങൾ ഇതിനകത്ത് കാവലായി നിൽക്കുമ്പോൾ, സ്വർഗത്തിന്റെ സേന ഇന്ന് നമുക്ക് ചുറ്റും വ്യാപരിച്ചു നിൽക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഇരുളുകൾ മാറി പോകട്ടെ. കുടുംബങ്ങളെ ലക്ഷ്യമാക്കി, തലമുറകളെ ലക്ഷ്യമാക്കി, അവരുടെ ആത്മീക ജീവിതത്തെ ലക്ഷ്യമാക്കി, ജീവിതത്തിലെന്നും കയ്പും നിരാശയും കൊണ്ടുവന്ന് ജീവിതത്തെ കൈപ്പാക്കുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ ഈ ജനത്തെ വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ I cancel every evil attack. ഈ ദേശം സ്വതന്ത്രം അനുഭവിക്കട്ടെ. ഈ ദേശം സൗഖ്യമാകട്ടെ. എല്ലാ ശാപങ്ങളും മാറട്ടെ. പുതുജനനങ്ങൾ സംഭവിക്കട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കട്ടെ. സഭ ശക്തിപ്പെടട്ടെ.
Glory to the name of the Lord. Shathurabana sikaralasia. Ramshera thuni viadia. Holy Spirit. Ramshora thiravasi. യേശുവിൻ നാമത്തിൽ വിടുതൽ. റോഖാമസിയാന. റംശോദനസിയ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. എല്ലാവരും വേഗമായി കൂടി, എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കിട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, കിട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. പിണരുകൾ വീശും, പിന്മാറിയെ ഊറ്റുമവൻ. നിങ്ങൾ പിണരുകൾ വീശും, പിന്മാറിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ, തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയായി ജനകോടികൾ, തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ